2009 പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ചുരുങ്ങിയത് 20 സ്ത്രീകളെങ്കിലും അയാൾ കാരണം കൊല ചെയ്യപ്പെട്ടിരുന്നു. എല്ലാം വളരെ കൃത്യമായി വ്യക്തമായ പ്ലാനുകളോട് കൂടെ തന്നെ ചെയ്തത്. ഓരോ സ്ത്രീകളെയും ഉപയോഗിച്ച ശേഷം സയനൈഡ് നൽകി അയാൾ കൊന്നുകളയുമായിരുന്നു. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരള കർണാടക അതിർത്തിയിൽ, കൂടുതലായി കർണാടകയിൽ ഒരുപാടധികം സ്ത്രീകളെ കാണാതാവുകയാണ്. അതും കൂടുതലായി നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത പട്ടണങ്ങളിലായിട്ട് വ്യത്യസ്ത അധികാര പരിധികളിലായിട്ടാണ് ഈ സംഭവം അരങ്ങേറുന്നത്. മാത്രവുമല്ല, ചില ബസ് സ്റ്റാൻഡുകളുടെ ടോയ്ലറ്റുകളിൽ നിന്ന്, ലോഡ്ജുകളിൽ നിന്ന്, ചില പൊതുസ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഇത്തരത്തിൽ കാണാതായിട്ടുള്ള പല സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുക്കുകയാണ്. ആദ്യഘട്ട പ്രാഥമിക പരിശോധനകളിൽ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ പോലും കാര്യമായ അസ്വാഭാവികതകളൊന്നും തന്നെ ഇതിൽ കണ്ടെത്താൻ കൂടെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും ഇതേ ഒരു പ്രവൃത്തി വർഷങ്ങളോളം അങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. 2003 മുതൽ 2009 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാടധികം സ്ത്രീകളെ കാണാതാവുകയും പലരുടെയും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ തന്നെയും വ്യത്യസ്ത പട്ടണങ്ങളിലും അധികാര പരിധികളിലും ഒക്കെ ആയിരുന്നു എന്ന കാരണം കൊണ്ട് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ത്രെട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിലേക്ക് ഒരിക്കലും അധികാരികൾക്ക്, പോലീസുകാർക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ കേസുകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ എല്ലാ കേസുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ സ്ത്രീകളെല്ലാം തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ളത് സയനൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും പോലീസുകാർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആരാണോ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പുറകിലുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഏറ്റവും അവസാനം അവർക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടുള്ള മോഹൻകുമാർ വിവേകാനന്ദ് എന്ന വ്യക്തിയിലേക്കാണ്. എങ്ങനെയാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ സൈനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറായി മാറിയത്? വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.